ആദർശം സജി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സ്കൂളുകൾ ഇത് തുറക്കണം എന്നാണോ നിങ്ങളുടെ ആവശ്യം, അതോ ഇനി പൂട്ടാൻ പോകുന്ന പുതിയ സ്കൂളുകൾ പൂട്ടരുതെന്നാണ്? എന്താണ് സമരപരിപാടികൾ? അതായത് രാജ്യത്ത് ഇതിനോടകം തന്നെ 89,000 സർക്കാർ സ്കൂളുകളാണ് പൂട്ടപ്പെട്ടത്. നമ്മളത് ആ പൂട്ടപ്പെട്ട സ്കൂളുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൂട്ടപ്പെട്ട സ്കൂളുകൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ പറഞ്ഞ ഡബിൾ എഞ്ചിന് സർക്കാരുകൾ, സാധാരണക്കാർക്ക് വേണ്ടി അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. ഏകദേശം 29,000 സർക്കാർ സ്കൂൾ പൂട്ടപ്പെട്ടത് മധ്യപ്രദേശിലാണ്. 25,000-ഓളം സർക്കാർ സ്കൂൾ പൂട്ടപ്പെട്ടത് മറ്റൊന്ന് ഉത്തർപ്രദേശിലാണ്. ഈ നിലയിൽ രാജ്യത്തെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അഭയകേന്ദ്രമാകേണ്ട സർക്കാർ സ്കൂളുകൾ പൂട്ടപ്പെടുന്നൊരവസ്ഥ, അതെല്ലാം സ്വാഭാവികമായി പ്രൈവറ്റ് സംവിധാനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അത് പ്രൈവറ്റ് റണ്ണിങ് സ്കൂളുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്താകമാനം തന്നെ ഈ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രക്ഷോഭമാണ് SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാൻ പറ്റുന്ന മറ്റ് പുരോഗമന സംഘടനകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ ബച്ചാവോ മൂവ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് SFI ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ തന്നെ ഉത്തർപ്രദേശിൽ തന്നെ ഇതിനെതിരായി സ്കൂൾ ബച്ചാവോ മൂവ്മെൻറ്റിൻ്റെ കൺവെൻഷൻ വരും മാസങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമായി തന്നെ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സ്കൂളും പൂട്ടാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, പൂട്ടപ്പെട്ട സ്കൂളുകളെല്ലാം തുറക്കണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സാധാരണപ്പെട്ട പിന്നോക്ക വിഭാഗത്തിലുള്ള ജില്ലകൾ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇല്ലാതാക്കപ്പെടുന്നത്. കാരണം ഗ്രാമത്തിലുള്ള ഒരു സ്കൂൾ പൂട്ടപ്പെട്ട് കഴിയുമ്പോൾ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സാഹചര്യം സാധാരണപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് വരും. ഇപ്പോൾ സ്വാഭാവികമായി അതിനുള്ള പണം ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ്. പിന്നെ പെൺകുട്ടികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇല്ലെങ്കിൽ അത്രയും വിദ്യാർത്ഥിനികളുടെ ഭാവി കൂടി ഇല്ലാതാവും. ഇതിനെതിരെ ശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭവുമായി ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റുന്ന എല്ലാവരെയും ഇതിനകത്ത് യോജിപ്പിച്ച് സഹകരിച്ച് കൊണ്ട് സമരം ഏറ്റെടുക്കാനാണ് SFI ഇപ്പോൾ തീരുമാനിച്ചത്. മറ്റൊരു കാര്യം, ഇപ്പോൾ UGയുടെ പുതിയ സിലബസ് പ്രകാരം ഇപ്പോൾ സവർക്കറിനെ വലിയ ദേശാഭിമാനിയായും സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടും അതേസമയം മഹാത്മാഗാന്ധിയെ അത്രക്ക് പങ്കില്ലാത്ത തരത്തിലുമാണ് ചിത്രീകരിക്കുന്നതാണ് ഡ്രാഫ്റ്റിൽ ആരോപണമുള്ളത്. അതായത് ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് LOCFൻ്റെ ഡ്രാഫ്റ്റ് പുറത്തു വിടുന്നത്. ഏകദേശം 9 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഡ്രാഫ്റ്റിനകത്ത് അതിനകത്ത് സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമായ നിലയിലാണ് ആ ഡ്രാഫ്റ്റ്. അതായത് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണെങ്കിലും നമ്മുടെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് സയൻറ്റിഫിക് ടെമ്പറിനെസ് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ഇത് അൺസയൻറ്റിഫിക് ടെമ്പറിനെസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സിലബസാണ് നിലവിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചരിത്രത്തെ തിരുത്തി എഴുതാൻ വേണ്ടി സവർക്കറുടെ ചരിത്രം നമുക്കറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രമാണ് സവർക്കറിനുള്ളത്. അതായത് ഏകദേശം 9-ലധികം വരുന്ന ഔദ്യോഗികമായ മാപ്പപേക്ഷകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എഴുതി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അദ്ദേഹത്തിൻ്റെ കൂറ് പുലർത്തിയ ആളെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകനായി നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ സമയത്ത് തന്നെ തള്ളപ്പെടുന്ന ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക് ആ പുസ്തകത്തിനകത്തില്ല. ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കാം, പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്കില്ല. പക്ഷേ അവിടെ സവർക്കറിൻ്റെ പങ്ക് പഠിക്കുന്ന നിലയിലേക്ക് വരുന്നു. അത് RSS വൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ പുസ്തകത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് പുതിയ ചരിത്രം നിർമ്മിക്കുന്നു. കാരണം ഇന്ത്യൻ ഇപ്പോൾ കെമിസ്ട്രി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഈ സരസ്വതി വന്ദനത്തോടെ അതാണ്. അതായത് ഈ നമ്മുടെ ശാസ്ത്രയുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കുത്തി നിറച്ചിരിക്കുന്നത്. ഇപ്പം കെമിസ്ട്രിയും സരസ്വതിയായിട്ടുള്ള ബന്ധം നമുക്കറിയാൻ വേണ്ടി പാടില്ല. ആ നില ഇത് മാത്രമല്ല, വേദിക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ വേദിക് സയൻസ് എന്നെല്ലാം പറഞ്ഞ അശാസ്ത്രീയത നമ്മുടെ പാഠപുസ്തകത്തിനകത്തേക്ക് പല രീതിയിൽ കുത്തി നിറയ്ക്കാനുള്ള ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NCERTയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഒഴിവാക്കി ചരിത്രവും പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ സെക്യുലറിസത്തെ പറ്റി പഠിക്കേണ്ട എന്ന നിലയിലേക്ക് മാറി. അപ്പോൾ അതിനകത്തിപ്പം അതായത് തികച്ചും ശാസ്ത്രയുക്തിക്കും ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമായും ഇന്ത്യൻ മതേതര മൂല്യങ്ങളെ തിരസ്കരിക്കുന്ന നിലയിലുമാണ് ഈ പാഠപുസ്തകങ്ങളുടെ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇതിനെതിരായി ഇപ്പം രാജ്യവ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ SFIയുടെ പ്രക്ഷോഭം നടന്നു. ഇത് തുടർ സമരമായി ഏറ്റെടുത്തുകൊണ്ട് മറ്റൊന്ന് 1 മാസം മാത്രമാണ് ഇതിന് സമയം നൽകി. ഇതിപ്പോൾ ഡ്രാഫ്റ്റ്
സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ തന്നെ ഇത് 1000-ലധികം പേജുകളുണ്ട്. ഓരോ വിഷയത്തിനും ഓരോ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അതിന് പ്രായോഗികമായ ഒരു സമയം പോലും തരാതെ ഇതിൻ്റെ റെഫറൻസ് ബുക്കുകൾ കൊടുത്തിരിക്കുന്നതെല്ലാം സംഘപരിവാർ വിധേയമായി നിൽക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കന്മാരുടെ റെഫറൻസ് പുസ്തകങ്ങളാണ് പല സബ്ജക്റ്റുകളിലും റെഫറൻസ് ബുക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തേക്ക് സർവകലാശാല പുസ്തകത്തിനകത്തേക്ക് RSS വൽക്കരണം, ശാസ്ത്രയുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നു. മറ്റു പറയുന്നത് എന്താ, വേദിക് ഹെറിറ്റേജ് കൊണ്ടുവരണമെന്നായി. ഈ വേദകാലഘട്ടത്തിൽ ആർക്കൊക്കെ പഠനം ലഭിക്കുമായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. സാധാരണപ്പെട്ട ഒരാൾക്ക് ലഭിക്കുമായിരുന്നു, അവർണ്ണന് ലഭിക്കുമായിരുന്നു. അത് ഒരു വിഭാഗം സെക്ഷന് വേണ്ടി മാത്രമുള്ളതാണ്. അതാണോ ഇന്ത്യയിൽ അകത്തേക്ക് വിദ്യാഭ്യാസ മേഖലയിലകത്തേക്ക് വാഴ്ത്തപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ആന്നിലൊരു പുതിയ സെക്ഷനെ ഉണ്ടാക്കി ഈ സവർണ വിദ്യാഭ്യാസം മാത്രം മതി, അല്ലെങ്കിൽ അവർക്ക് മാത്രം വിദ്യാഭ്യാസം ലഭിച്ചാൽ മതി എന്ന നിലയിലാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. ശക്തമായി ഇതിനെതിരെ ശബ്ദമുയർത്തും. ഇതിനെതിരെ തെറ്റുകളെല്ലാം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടി ഇത് സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക്